കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. യെശയ്യാ പ്രവാചകൻ്റെ നാവിലൂടെ ഹിസ്കിയ രാജാവിന് കൊടുത്തതായ ഒരു ദൈവിക സന്ദേശം, സ്വർഗീയ ദൂത്. കർത്താവിന് സ്തോത്രം. കാലാകാലങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ട അഭിഷിക്തന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവമക്കളിലൂടെയും കർത്താവ് സംസാരിക്കാറുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല, അത് യുഗങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അത് ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്, അല്ലേ? ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, ദൈവം തൻ്റെ മക്കളിലൂടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇത് എല്ലാ മനുഷ്യരും അത് റിസീവ് ചെയ്യില്ല. അതാണ് ദൈവിക അനുഗ്രഹത്തിനൊരു തടസ്സം. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്നപ്പോൾ ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകനെ ജീവനുള്ള ദൈവം പ്രത്യേകിച്ച് അപ്പോയിൻ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ഡയറക്റ്റ് ചെയ്ത് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു ദിവ്യ സന്ദേശവുമായി അയച്ചു. പ്രവാചകനോട് പറഞ്ഞു, ഒത്തിരി മധുരമായ വാക്കുകളൊന്നുമല്ല പറഞ്ഞത്, അത്ര രുചികരമായ വാക്കുകളല്ല പറഞ്ഞത്, ഒരു രോഗി കേൾക്കാൻ കൊള്ളാവുന്ന വാക്കല്ല പറഞ്ഞത്. നീ മരിച്ചു പോകുക, സൗഖ്യമാകില്ല എന്ന് രോഗിയോട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയാണ് അന്നേരം ഇടപെട്ടത്. ഹിസ്കിയാവിന് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് അങ്ങനെ പറഞ്ഞാലാണ് അദ്ദേഹത്തിന് മാറ്റം വരികയുള്ളൂ. ദൈവത്തിനറിയാം. മകനെ, പ്രിയമകളെ, നിന്നോട് എങ്ങനെ ഇടപെടണമെന്ന് നിൻ്റെ സൃഷ്ടാവിനറിയാം. എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല, പക്ഷേ യേശുവിനറിയാം. എവിടെ തൊട്ടാൽ കാര്യം ശരിയാവുമെന്നുള്ള ദൈവത്തിനറിയാം. പണ്ടൊരിക്കൽ ഒരാൾ അമേരിക്കയുടെ നാഷണൽ ഹൈവേയിലൂടെ ഒരു കാർ ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. കാർ ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാറ് മിസ്സിങ് കാണിക്കുന്നു. അദ്ദേഹം വഴിയരികിൽ ഒതുക്കി നിർത്തി. ആ വണ്ടി നിന്നു. ഭാഗ്യവശാൽ വഴിയരികിലേക്ക് ഒതുക്കാൻ പറ്റി. എത്ര ശ്രമിച്ചിട്ടും ആ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അദ്ദേഹം മടുത്തു, നിർത്തി. ഇനി ആർക്കെങ്കിലും വഴിയിലൂടെ പോകുന്നവർക്ക് കൈ കാണിക്കാം, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ. അദ്ദേഹം ഒരുപാട് വണ്ടികൾക്ക് കൈ നീട്ടി, പക്ഷെ ഒരു വണ്ടിയും നിർത്തുന്നില്ല. പക്ഷെ അവസാനം ഇതാ ഒരു വലിയ വാഹനം സൈഡ് ഒതുക്കി വന്നു, ചേർത്ത് നിർത്തി. അതിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു. ചോദിച്ചു, എന്ത് പറ്റി? അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം ആ ബോണറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു. ആ ബോണറ്റ് പൊക്കി അവിടെ എവിടെയൊക്കെ ഒന്ന് നോക്കി, ഏതോ ഒരു ഭാഗത്തുനിന്ന് തൊട്ടു. ഇനി സ്റ്റാർട്ടാക്കിക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് അത്ഭുതം എന്ന് പറയട്ടെ, ആ വണ്ടി സ്റ്റാർട്ടായി. കർത്താവിൻ്റെ സ്തോത്രം. കാറിൻ്റെ ഉടമസ്ഥന് വലിയ സന്തോഷം. അദ്ദേഹം ചോദിച്ചു, നിങ്ങളാരാണ്? കാറ് ശരിയായല്ലോ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കുന്ന കാറുണ്ടല്ലോ, അത് ഫോർഡ് കമ്പനിയുടെ കാറാണ്. ഞാനതിൻ്റെ ഉടമസ്ഥനാണ്. ആ വലിയ കമ്പനിയുടെ ഹെൻറി ഫോർഡ് എന്നെൻ്റെ ഓർമ്മ. ഹെൻറി ഫോർഡാണ്. എനിക്കറിയാം, ഞാൻ ഉണ്ടാക്കിയ ഈ വണ്ടി കണ്ടുപിടിച്ചതും അത് തുടങ്ങിയതും ഞാനാണ്. അതുകൊണ്ട് എവിടെയാണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്നറിയാമോ? മകനെ, നിന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. മകളെ, നിന്നെ മെനഞ്ഞൊരു ദൈവമുണ്ട്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ നിന്നെ കണ്ടൊരു ദൈവമുണ്ട്. ആ ദൈവത്തിനറിയാം എങ്ങനെ നിന്നോട് ഇടപെട്ടാൽ നീ രക്ഷിക്കപ്പെടുമെന്ന്, നീ കരകയറി പോരുമെന്ന്. അപ്പോൾ നാം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ എന്തിനാ ഇടപെടണമെന്ന് ചോദിക്കരുത്. എൻ്റെ സൃഷ്ടാവേ, എൻ്റെ ഉടയവനെ, ഇതാ ഞാൻ വിട്ടുതരുന്നു എന്നോട് അവിടത്തേക്ക് ഇടപെടാൻ, എന്നോട് സംസാരിക്കാൻ. ഹിസ്കിയ രാജാവ് അങ്ങനെ ഒരു എളിമയുള്ള, അതിനാണ് ഈ ആന്തരിക എളിമ എന്ന് പറയുന്നത്. ആന്തരിക എളിമ. ജീവനുള്ള ദൈവം ദൈവദാസന്മാരിലൂടെ സംസാരിക്കുമ്പോൾ നാം അത് റിസീവ് ചെയ്യുന്നതിന് പറയുന്നവരാണ് ആന്തരിക എളിമ. ചിലർ പറയും, എനിക്ക് എളിമയൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെയൊന്നും ആൾക്കാരൊന്നും പറഞ്ഞാൽ കേൾക്കാനിരിക്കുന്ന ആളല്ല. തികഞ്ഞ അഹങ്കാരമാണത്. തികഞ്ഞ സ്വയത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതമാണത്. തികഞ്ഞ അഹങ്കാരം. ഇതൊക്കെ ഞാൻ പണ്ടേ കേട്ടിട്ടുള്ളതല്ലേ, ഇതിൽ കൂടുതലൊക്കെ എനിക്കറിയാം. ഇതാണോ ഒരു ദൂത്? ഇങ്ങനെയൊക്കെയാണ് ഉള്ളിൽ ചിന്ത. അങ്ങനെ പുറമേ നീ എളിമ അഭിനയിക്കുന്നു, എളിമ ഭാവിക്കുന്നെങ്കിലും നീ ഒരു അഹങ്കാരിയാണെന്നുള്ള സത്യം നീ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ കാണാൽ നിന്റെ കാര്യം എല്ലാം നടക്കും, നിന്റെ കാര്യം റെഡിയാവും. പക്ഷേ എനിക്കിതിലൊക്കെ കൂടുതലറിയാം. എന്നോട് ഇങ്ങനെയൊക്കെ ഉപദേശിക്കാൻ നിങ്ങളാരാണ്? ഇങ്ങനെയുള്ള ചിന്താഗതികൾ മാറ്റി ജീവനുള്ള ദൈവം ആരിലൂടെ സംസാരിക്കും. ആ ദൈവം സംസാരിക്കുമ്പോൾ എളിമപ്പെടുക, ആന്തരിക എളിമ. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവസന്നിധിയിൽ നിങ്ങൾ ഉയർന്നാൽ നിങ്ങളെ ദൈവം താഴ്ത്തും. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണത്. ആ പ്രമാണത്തിലേക്ക് നമ്മൾ വരണം. ദൈവിക പ്രമാണം, സ്വയം പ്രമാണമല്ല, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പ്രമാണമല്ല, നമ്മുടെ അറിവിൻ്റെ പ്രമാണമല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ പ്രമാണം.
അതാണ് പൗലോസ് പറയുന്നത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഒരു വലിയ സ്വാതന്ത്ര്യം അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. അതിന് കാരണം എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തോട് ചേർന്നു, ജഡത്തിന്റെ പ്രമാണം വിട്ടു. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, ഓ റെച്ചഡ് മാൻ ദാറ്റ് ഐ ആം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിനെ ആര് വിടുവിക്കും? ഹൂ ക്യാൻ റെസ്ക്യൂ മീ? എന്നെ ആര് വിടുവിക്കും? ആരെ രക്ഷിക്കും? ഓ റെച്ചഡ് മാൻ ദാറ്റ് ഐ ആം. പക്ഷേ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഈസിയായി, പിന്നെ സുഖമായി. എൻ്റെ പ്രിയ, ആത്മീയ ജീവിതം ആരെങ്കിലും ബോധിപ്പിക്കാനോ ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടോ ആരെങ്കിലും ദേഷ്യപ്പെട്ടതുകൊണ്ടോ വഴക്ക് പറഞ്ഞതുകൊണ്ടോ നയിക്കേണ്ട ജീവിതമല്ല. യേശു ക്രിസ്തുവിനോടുള്ള നിർമ്മല സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ പ്രമാണം ഉള്ളിൽ വരുമ്പോൾ അങ്ങനെ ചെയ്തേ പറ്റൂ. എത്ര ക്ഷീണമാണെങ്കിലും പ്രാർത്ഥന സമയത്ത് എഴുന്നേൽക്കും. എന്തുകൊണ്ടാ? എത്ര ക്ഷീണമാണെങ്കിലും യാത്ര ചെയ്യാൻ തോന്നും. എത്ര ക്ഷീണമാണെങ്കിലും കർത്താവിന് സാക്ഷിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഓടും. എത്ര ക്ഷീണമാണെങ്കിലും ദൈവവേലയ്ക്ക് ഒരു അവസരം, ഒരു ഓപ്പണിംഗ് കിട്ടിയാൽ ചാടി വീഴും. എന്താ അതിൻ്റെ പിന്നിലുള്ള പ്രയോജനം? ഈ ആത്മാവിൻ്റെ പ്രമാണം ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഇത് ആത്മാവ് ഒരുക്കുന്നതാണെന്ന് ചിന്ത വരിക. ദൈവാത്മാവ് ഒരുക്കുന്നതാണ്. ഇങ്ങനെയാണ് നാം നമ്മെ തന്നെ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ചലനം നിങ്ങളുടെ ദേശത്തോ നിങ്ങളുടെ ചർച്ചിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ രാജ്യത്തോ അല്ല, ലോകത്തിൽ എവിടെയെങ്കിലും നടന്നാൽ നിങ്ങളും ചലിക്കണം. സ്തോത്രം. നിങ്ങളും ചലിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ശരീരം കൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും ആത്മാവിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി 10-75 ദൈവദാസന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ചില സ്ഥലത്തു നിന്ന് വിളിച്ചു, മറ്റൊരു സ്ഥലത്തു നിന്നും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു. അവർ വിളിച്ചു, മിണ്ടി, എന്തൊരു ആത്മബന്ധം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഓർത്തു, ദൈവാത്മാവിന്റെ പ്രവർത്തനം എവിടെയെങ്കിലും നടക്കുമ്പോൾ അതിനോട് പറ്റിച്ചേർന്ന് നിൽക്കണം. പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവിൽ ചലിച്ചാൽ എൻ്റെ കൊതിയും ആഗ്രഹവും ഞാൻ അവിടെ മനസ്സുകൊണ്ട് ഒട്ടി നിൽക്കും. കർത്താവിന് സ്തോത്രം. ഒരു പക്ഷേ ഫിസിക്കലി എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ഞാൻ പിന്താങ്ങും. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലേലും പരിശുദ്ധാത്മാവ് തന്റെ പ്രവർത്തനം നടത്തും. കേട്ടോ മോനെ, നീ പിന്താങ്ങിയാലും പിന്താങ്ങിയില്ലെങ്കിലും പരിശുദ്ധാത്മാവ് തന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകും. യേശു ക്രിസ്തു നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. അതായത് നഷ്ടം നമുക്കായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. ഹിസ്കിയ രാജാവ് യെശയ്യാ പ്രവാചകന്റെ നാവിലൂടെ ഒരു വചനം വന്നു, ഒരു സെക്കൻഡ് കളഞ്ഞില്ല, അപ്പമുഖം എന്ത് ചെയ്തു? രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1-ാമത്തെ വാക്യത്തിൽ ഹിസ്കിയാവ് പറഞ്ഞു, നീ മരിച്ചു പോകും, സൗഖ്യമാകിയില്ല. സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, എന്നിട്ട് മരിക്കാൻ ഒരുങ്ങുക. അത് കേട്ട ഉടനെ അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാണ് അനേക പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടെന്നെത്തിക്കുന്നത്. ചുമ്മാ നിരാശപ്പെട്ടിരുന്നാൽ, ചുമ്മാ ചലനമില്ലാത്തവരായി നിന്നാൽ, ചുമ്മാ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടോ ദൈവത്തോട് തന്നെ പരിമമായി നിന്നാലും ഒന്നും ഗുണം കിട്ടുകയില്ല. നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയാൽ പ്രാർത്ഥിച്ചുകൊള്ളുക, ദൈവത്തോട് ഹൃദയം പകർന്നുകൊള്ളുക. അങ്ങ് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന ഒരു ഹന്നയെ കുറിച്ച്, ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. ആ ഹന്നയുടെ ഭർത്താവായ എൽക്കാനയ്ക്ക് മറ്റൊരു ഭാര്യ കൂടിയുണ്ട്, പെനിന്നതേ ഗർഭിണിയാവുന്നു, വീണ്ടും വീണ്ടും പ്രസവിക്കുന്നു. പാവം ഹന്ന മച്ചിയാണ്. അവൾ ആദ്യം സങ്കടപ്പെട്ടു, നിരാശപ്പെട്ടു, ചില ദേഷ്യമൊക്കെ പെട്ടു. പക്ഷെ അവൾ മനസ്സിലാക്കി, ഇതൊന്നും അല്ല പ്രശ്നത്തിന് പരിഹാരം, പ്രാർത്ഥനയേ ഉള്ളൂ പരിഹാരം എന്ന് അവൾക്കൊരു ബോധം കിട്ടി. അവൾ പ്രാർത്ഥിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. അവൾ ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയം പകർന്നു. അവൾ ജീവന ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന മാത്രമാണ് മകനെ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. മകനെ, നിന്റെ സാമ്പത്തികമായി ഞെരുക്കം മാറാൻ നീ പ്രാർത്ഥിക്കണം. അല്ലാണ്ട് ആരെങ്കിലും തരുമെന്നോ നോക്കി മറ്റുള്ളവരുടെ കയ്യിലേക്ക് നീ നോക്കിയിരിക്കരുത്, മറ്റുള്ളവരുടെ പേഴ്സിലേക്ക് നീ നോക്കിയിരിക്കരുത്. നീ നോക്കേണ്ടത് ക്രിസ്തുവിലേക്ക്. ക്രിസ്തു സർവ്വസമ്പന്നനാണ്. ആ സർവ്വസമ്പന്നനായ യേശുവുമായി ബന്ധപ്പെടുന്ന ആ ഒരു ചാനലാണ് പ്രാർത്ഥന. ഹന്ന പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു? അതുവരെ ഗർഭിണിയാകാതെ മച്ചിയായിരുന്ന ഹന്ന പ്രഗ്നന്റ് ആയപ്പോഴോ ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 3-ാമത്തെ 20-ാമത്തെ വാക്യത്തിൽ മനോഹരമായ വാക്യം വായിക്കുന്നു. എന്താണത്? ദാൻ മുതൽ ബേർഷേബ വരെ ഉള്ള ഇസ്രായേലൊക്കെ ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു.
ഈ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായ ശമൂവേലിന് ജന്മം നൽകിയത് ഹന്നയാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഹന്ന പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രിയ മക്കളോട് പറയട്ടെ, പ്രാർത്ഥനയാണ് സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരുന്നത്, ദൈവസ്ഥലിന് പരിഹാരം തരുന്നത്, ദൈവസ്ഥലിന് അനുഗ്രഹം വരുന്നത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വീണ്ടും എങ്ങനെ പ്രാർത്ഥിക്കണം? ലഭിച്ചു കഴിഞ്ഞു എന്നോർത്ത് പ്രാർത്ഥിക്കണം. വീണ്ടും എങ്ങനെ പ്രാർത്ഥിക്കണം? സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം. ഇതെല്ലാം ഓരോ പ്രസംഗ വിഷയങ്ങളാണ്, ഞാനത് തൊടുന്നില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ. എൻ്റെ യേശുവിൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ആ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹിസ്കിയ രാജാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. ഒന്ന്, യെശയ്യാ പ്രവാചകന്റെ നാവിലൂടെ വന്ന വചനം അദ്ദേഹം കൈക്കൊണ്ടു. അദ്ദേഹത്തിന് രുചികരമായിരുന്നില്ല, അദ്ദേഹത്തിന് ഒരുപക്ഷെ ഓപ്പോസിങ് ആയിട്ടുള്ളൊരു വചനമാണ് വന്നതെങ്കിലും അദ്ദേഹത്തിന് എതിർത്തില്ല, അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തു. ഇന്ന് അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് അവർ പ്രവചനം അക്സെപ്റ്റ് ചെയ്യല, ദൂതുകൾ അക്സെപ്റ്റ് ചെയ്യല. ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് നോക്ക് മോനെ, നീ ഒന്ന് എളിമപ്പെട്ട് നോക്ക്. നീ പരിശുദ്ധാത്മ പറയുന്നത് കേൾക്കുമ്പോൾ ഒന്ന് റിസീവ് ചെയ്ത് നോക്ക്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് നോക്ക്, നീ അതിനൊന്ന് പ്രതികരിച്ച് നോക്ക്. ഒരുപക്ഷെ ഒരു ദൂത് വരുമ്പോൾ നീ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് റിസീവ് ചെയ്യേ, നീ ഒന്ന് കൈയടിച്ച് റിസീവ് ചെയ്യേ. അതായത് ആമേൻ പറഞ്ഞു ഒന്ന് റിസീവ് ചെയ്യേ. കാരണം നിന്റെ ജീവിതം വളരുന്നത് നിനക്ക് തന്നെ കണ്ടൊരു അത്ഭുതമാകും. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നെന്ന് നിനക്ക് നിന്നെക്കുറിച്ച് തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനിടയാകും. അതാണ് ഈ ആത്മീയ ദൂതുകളും പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശങ്ങളും പരിശുദ്ധാത്മാവ് തരുന്ന കാര്യങ്ങൾ, ആലോചനകളൊക്കെ അനുസരിക്കുമ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കും, പെട്ടെന്ന് നടക്കും. വർഷങ്ങൾ ചിലപ്പോൾ കാത്തിരുന്നത് സംഭവിക്കാത്തത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദൂത് അതനുസരിക്കുമ്പോൾ പെട്ടെന്ന് നടക്കും. അനേകരുടെ ജീവിതത്തിലും, എൻ്റെ സ്വന്തം ജീവിതത്തിലും, എൻ്റെ കുടുംബത്തിലും, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെല്ലാം ഞാൻ പലതും അനുഭവിച്ച അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് അനുസരിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പറയാം. മനുഷ്യരോട് നമ്മുടെ ഭാരങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ടത് ദൈവത്തോടാണ്. ദൈവത്തോട് ഹൃദയം പകരണം. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് പറയുന്നു പ്രിയരെ? നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കല്ലേ, നെടുവേർപ്പെട്ടിരിക്കല്ലേ, താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് എന്ത് വേണ്ടുവെന്ന് ഓർത്ത് നിങ്ങൾ നഷ്ടപ്പെട്ടവരെ പോലെ ഇരിക്കല്ലേ, വലിയ നഷ്ടം സംഭവിച്ചവരെ പോലെ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കല്ലേ, മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കല്ലേ. മകളെ, നീ ഇപ്പോൾ ചിന്തിക്കുന്നത് മരിച്ചാൽ മതി എന്നല്ലേ? നാളുകളായിട്ട് ചിന്തിക്കുന്നത് ഒന്ന് മരിച്ചാൽ മതിയായിരുന്നല്ലേ? അല്ല മോളെ, നീ മരിക്കണ്ട. നിനക്ക് നല്ല ജീവിതം കർത്താവ് കരുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നീ മരിക്കേണ്ടെന്ന് പറയാൻ കാരണം, നിനക്ക് വേണ്ടി ഒരാൾ മരിച്ചിട്ടുണ്ട്. ആരാണത്? നിനക്ക് വേണ്ടി ജീവൻ തരാൻ, നിനക്ക് വേണ്ടി തന്റെ ജീവരക്തം ഊറ്റിത്തരാൻ വേണ്ടി മരിച്ച ഒരുവനുണ്ട്. അതാണ് യേശുക്രിസ്തു. അവൻ മരിച്ചവിടെ തീർന്നില്ല, അവൻ അടക്കപ്പെട്ടു. എന്നാൽ കല്ലറകളെ തട്ടിത്തകർത്തുകൊണ്ട് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ വഹിച്ചുകൊണ്ട്, മകളെ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ട് യേശുവുണ്ട്. പിന്നെ എന്തിനു പേടിക്കണം? എന്തിനു നിരാശപ്പെടണം? എന്തിനു അധൈര്യപ്പെടണം? എന്തിന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണം? നിനക്കൊരു നല്ല ഭാവി കർത്താവ് കരുതിയിട്ടുണ്ട്, നിനക്കൊരു നല്ല ജീവിതം കർത്താവ് കരുതിയിട്ടുണ്ട്. ആത്മഹത്യ പ്രവണതകളോട് യാത്ര പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷയുള്ളവരായി, പ്രത്യാശയുള്ളവരായി, ധൈര്യമുള്ളവരായി, എൻ്റെ യേശു എന്നെ സഹായിക്കും, എൻ്റെ യേശു എന്നെ സംരക്ഷിക്കും, എൻ്റെ യേശു എന്നെ ഉയർത്തും, എൻ്റെ യേശു എന്നെ വളർത്തും, എൻ്റെ യേശു എന്നെ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കുമെന്നുള്ള പ്രത്യാശയുടെ സന്ദേശം ഉള്ളിൽ തിങ്ങിക്കൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നവരായി തീരുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറും. നിങ്ങളുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമാകും. അതിന് കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾക്ക് ആഗ്രഹമില്ല പ്രിയരെ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ ജീവിതം ആയിരിക്കുന്നത് പോലെ കൊടുക്ക്, കുറവുകളോടുകൂടെ കൊടുക്ക്, ബലഹീനതകളോടുകൂടെ കൊടുക്ക്, ആവശ്യബോധങ്ങളോടുകൂടെ കൊടുക്ക്. എല്ലാം കർത്താവ് നോക്കിക്കൊള്ളും പ്രിയരെ. ഏറ്റവും നന്നായി കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എളിയവനായ എൻ്റെ പ്രാർത്ഥന. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗത്തിന്റെ സകല ആത്മീയ നന്മകളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത കൃപയാൽ നിങ്ങൾ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടട്ടെ. സൗഖ്യമാകട്ടെ, കടബാധ്യതകൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ. നിങ്ങളൊരു അനുഗ്രഹപാത്രമായി തീരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സന്ദർശിക്കട്ടെ. ദൈവനാമം മഹത്വം.